കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധിയുടെയും അനിയന്മാരുടെയും നിർബന്ധത്തിന് വഴങ്ങി സുഭാഷ് വിവാഹത്തിന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ നാളെ രാവിലെ 10 മണിക്ക് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഈ കല്യാണം നമ്മൾ നടത്തുന്നു എന്ന് നിധി പറയുമ്പോൾ എല്ലാവരും നിധിക്ക് തംസപ്പ് കൊടുക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ സുധീഷ് അമ്പലത്തിലെത്തി താലി പൂജിക്കാനും വിവാഹം നടത്താനുമുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. താലി പൂജിക്കാൻ നടയിൽ വയ്ക്കാനും വിവാഹം നടത്താൻ ദേവസ്വം ഓഫീസിൽ പോയി ചെറുക്കന്റെയും പെണ്ണിന്റെയും ഡീറ്റെയിൽസ് കൊടുക്കാനും അയാൾ പറയുന്നുണ്ട്. പിന്നെ താലി പൂജിക്കാനും വിവാഹം നടത്താനുമുള്ള ഫീസിന്റെ കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞ് സുധീഷ് മെല്ലെ നിധിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇന്നലെ മുതൽ ഓട്ടത്തോടെ ഓട്ടം തന്നെയാ. താലി വാങ്ങണം, ഡ്രസ്സ് വാങ്ങണം, അമ്പലത്തിൽ വന്ന് കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ഓടി ഓടി എന്റെ നടു ഒടിഞ്ഞു. ഈ ആൾക്കാരൊക്കെ വിവാഹം നടത്തി നോക്കണം, വീട് പണിഞ്ഞു നോക്കണം എന്ന് പറയുന്നതൊന്നും വെറുതെയല്ല. അതിലിറങ്ങി ചെല്ലുമ്പോഴേ അതിന്റെ പാടറിയൂ എന്ന് സുധീഷ് പറയുമ്പോൾ എല്ലാം ഓക്കെ ആയോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. എല്ലാം ഓക്കെയാ, ഇനി ഈ താലി കെട്ടിന് മുമ്പേ ഒന്ന് പൂജിച്ചെടുക്കണം എന്ന് പറഞ്ഞ് താലി നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. കെട്ടിന് മുന്നേ ദേവസ്വം ഓഫീസിൽ പോയി പെണ്ണിന്റെയും ചെറുക്കന്റെയും ഡീറ്റെയിൽസ് കൊടുക്കണം, അത് ഞാൻ കൊടുത്തോളാം. നിധി പോയി ഈ താലി ഒന്ന് പൂജിച്ചെടുത്തോളൂ. കെട്ട് കഴിഞ്ഞാൽ ദേവസ്വം ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് തരും, അത് കൊടുത്താൽ വിവാഹ രജിസ്ട്രേഷൻ എളുപ്പമാവും എന്ന് സുധീഷ് പറയുമ്പോൾ അപ്പോൾ പെണ്ണിന്റെയും ചെറുക്കന്റെയും ആധാർ കാർഡ് വേണ്ടേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. വേണോ? അതൊക്കെ ഉണ്ട് എന്ന് സുധീഷ് പറയുമ്പോൾ നിധിയുടെ നോട്ടം കണ്ട് എടോ, തനിക്കിപ്പോഴും എന്നെ സംശയമാണോ? അന്ന് പോലീസുകാർ ചേർന്ന് എങ്ങനെയാ നമ്മുടെ കല്യാണം നടത്തിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല സത്യമായിട്ടും എന്ന് സുധീഷ് പറയുമ്പോൾ മതി മതി, സത്യം പറഞ്ഞ് ഇനി വെറുതെ സമയം കളയണ്ട, ദേവസ്വം ഓഫീസിൽ പെട്ടെന്ന് പോയി അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ നോക്ക് എന്ന് നിധി പറയുമ്പോൾ സുധീഷും ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ട്. അമ്മേ ദേവി, ഇതൊക്കെ ഒന്നും നല്ല രീതിയിൽ നടന്നു കിട്ടണേ എന്ന് നിധി പ്രാർത്ഥിക്കുമ്പോഴേക്കും സുധീഷ് വീണ്ടും തിരിച്ചു വന്ന്, അല്ല നിധി, നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് സുനന്ദ സമയത്ത് എത്തുമല്ലോ അല്ലേ എന്ന് നിധിയോടായി ചോദിക്കുമ്പോൾ അവൾ എന്തായാലും എത്തും, എന്നോട് ഉറപ്പ് പറഞ്ഞതാ എന്ന് നിധിയും പറയുന്നുണ്ട്. മതി മതി, ആ ഉറപ്പ് മതി എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഒരു കാറിൽ സുഭാഷിനെയും കൊണ്ട് നികേഷും ഹരീഷും അങ്ങോട്ട് വരുന്നുണ്ട്. കല്യാണ ചെറുക്കന്റെ വേഷത്തിൽ കാറിൽ നിന്നിറങ്ങി വരുന്ന സുഭാഷിനെ കണ്ട് ആഹാ, ശരിക്കും കല്യാണ ചെറുക്കനായല്ലോ എന്ന് സുധീഷ് പറയുന്നുണ്ട്. നിധിയും അവനെ നോക്കി സന്തോഷത്തോടെ ചിരിക്കാണ്. ടെൻഷനോടെ നിൽക്കുന്ന സുഭാഷിനെ നോക്കി സുധീഷ്, എന്താ സുഭാഷ് ഏട്ടാ ഇത്ര ടെൻഷൻ? നിങ്ങളൊരു ടെൻഷനും അടിക്കണ്ട എന്ന് സുഭാഷിനോടായി പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടാ, അവൾ എന്തായാലും വരും, ഇന്നലെ ഈ നടയിൽ വെച്ച് എനിക്ക് വാക്ക് തന്നിട്ട് പോയതാ, 10 മണിയാവുമ്പോൾ എല്ലാം നടന്നിരിക്കും എന്ന് നിധി സുഭാഷിന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിട്ടാ സുഭാഷ് ഏട്ടന് ടെൻഷൻ എന്ന് നികേഷ് പറയുമ്പോൾ അതൊന്നും ഓർത്ത് ഏട്ടൻ ടെൻഷൻ അടിക്കണ്ടെന്ന് ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതല്ലേ, അത് നമുക്ക് അപ്പോൾ നോക്കാന്നേ എന്ന് ഹരീഷും പറയുന്നുണ്ട്. അപ്പോൾ ശരി, ഞാൻ ദേവസ്വം ഓഫീസിൽ പോയി ഇവരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് വരാം എന്ന് സുധീഷ് പറഞ്ഞു പോകാനൊരുങ്ങുമ്പോഴേക്കും അവൾ വന്നിട്ട് പോയാൽ മതി എന്ന് സുഭാഷ് പറയുന്നുണ്ട്. ഇത്രയും ടെൻഷനൊന്നും വേണ്ട സുഭാഷ് ഏട്ടാ എന്ന് നിധി സുഭാഷിനോട് പറഞ്ഞുകൊണ്ട് നികേഷിനോടായി സുഭാഷിനെ അവിടെ കൊണ്ടിരുത്താൻ പറയുന്നുണ്ട്. നികേഷും ഹരീഷും സുഭാഷിനെയും കൊണ്ട് തൊട്ടടുത്ത് ഒരു സീറ്റിൽ പോയി ഇരിക്കുന്നുണ്ട്. അവിടെ സുനന്ദ അവളുടെ വീട്ടിൽ നിന്നും എങ്ങനെ പുറത്ത് കിടക്കും എന്ന് ആലോചിച്ചിരിക്കുകയാണ്. അവൾ മെല്ലെ ഡോറ് തുറന്നു നോക്കുമ്പോഴേക്കും മുത്തശ്ശി ഹാളിലിരുന്ന് പച്ചക്കറി അരിയുന്നത് കാണുന്നുണ്ട്. തൊട്ടടുത്തായി എങ്ങോട്ടോ പോകാൻ റെഡിയായി ആരെയോ ഫോണും വിളിച്ചുകൊണ്ട് അവളുടെ അമ്മയും നിൽക്കുന്നുണ്ട്. കല്യാണം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? എത്ര ജോലികളാ തീർക്കാൻ. ഗംഗേട്ടനും ധനേട്ടനും കൂടി രാവിലെ ഇറങ്ങിയതാ. ഗംഗേട്ടൻ്റെ അടുത്തുള്ള കുറച്ച് കൂട്ടുകാരുടെ വീട്ടിൽ പോകാനുണ്ട്. ഞാനും ഇപ്പം ഇറങ്ങും. നമ്മുടെ അടുത്ത കുറച്ച് ബന്ധുക്കളുടെ വീട്ടിലേക്ക് കുറി അയച്ചു കൊടുത്താൽ ശരിയാവില്ലെന്നേ. ഞാനും ധനേട്ടനും ഒരുമിച്ച് പോയി വിളിക്കേണ്ടതാ എന്നൊക്കെ ലളിത പറയുമ്പോഴേക്കും അമ്പലത്തിൽ നിന്ന് നിധിയെ കാണാതെ ടെൻഷൻ അടിച്ച നിധി അവളെ ഫോണിൽ വിളിക്കുന്നുണ്ട്. സുനന്ദ അമ്മ കേൾക്കുമെന്ന് പേടിച്ച് ഫോൺ എടുക്കാതെ നിൽക്കുമ്പോഴേക്കും നിധിയും ആകെ ടെൻഷൻ അടിക്കുകയാണ്. സുധീഷ് വന്ന് എന്താ ഫോൺ എടുക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ, വരുമെന്ന് അവൾ ഉറപ്പ് പറഞ്ഞതല്ലേ, പിന്നെ വീട്ടിലെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് വേണ്ടേ പുറത്ത് കിടക്കാൻ എന്ന് നിധിയും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ് നിധി വീണ്ടും ഫോൺ വിളിക്കുമ്പോഴേക്കും സുനന്ദ മെല്ലെ പോയി ഡോറടിച്ച് അമ്മ കേൾക്കാതെ ഫോൺ എടുത്ത് സംസാരിക്കുന്നുണ്ട്. പുറപ്പെട്ടോ എന്ന് നിധി ചോദിക്കുമ്പോൾ അമ്മ ഇറങ്ങാൻ കാത്തിരിക്കുക, ഇപ്പൊ പുറപ്പെടും എന്ന് സുനന്ദയും പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വരണോ എന്ന് നിധി ചോദിക്കുമ്പോൾ വേണ്ട, അത് അതിനേക്കാൾ പ്രശ്നമാവും എന്ന് സുനന്ദ പറയാണ്. പിന്നെ സുനന്ദയെ, നീ വരുമ്പോൾ നിന്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ആധാർ കാർഡ്, പാൻ കാർഡ്, അങ്ങനെ എല്ലാ ഡോക്യുമെന്റ്സും എടുത്തിട്ട് വേണം വരാൻ എന്ന് നിധി പറയുമ്പോൾ ശരി, ഞാൻ അമ്മ ഇറങ്ങിയ ഉടൻ പുറകെ ഇറങ്ങിക്കോളാം എന്ന് പറയുന്നുണ്ട്. എങ്കിൽ ശരി, ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം എന്ന് നിധി പറയുമ്പോൾ സുഭാഷ് ചേട്ടൻ എത്തിയോ എന്ന് സുനന്ദയും ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ കസവും മുണ്ടും ചന്ദന കളർ ഷർട്ടൊക്കെ ഇട്ട് കുറിയൊക്കെ തൊട്ട് നിന്നെ കാത്തിവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നിന്നെ കൊടുക്കാനുള്ള സാരിയൊക്കെ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. നീ ഇങ്ങോട്ട് വേഗം ഒന്ന് വന്നാൽ മതി എന്ന് നിധി പറയുമ്പോൾ ശരി, ഞാൻ പെട്ടെന്ന് ഇറങ്ങിക്കോളാം എന്നും പറഞ്ഞ് സുനന്ദയും കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേട്ട് നിന്ന സുധീഷ്, അത് കലക്കേടോ, സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കാൻ പറഞ്ഞത് എന്തായാലും നന്നായി എന്ന് നിധിയോടായി പറയുമ്പോൾ എനിക്ക് സംഭവിച്ചത് അവൾക്ക് സംഭവിക്കാൻ പാടില്ലല്ലോ, എന്ത് വന്നാലും സർട്ടിഫിക്കറ്റ് ഒന്നും തടഞ്ഞു വെക്കില്ല എന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ നടന്നത് അതൊന്നും അല്ലല്ലോ.
പിന്നെ ഈ കല്യാണം കഴിഞ്ഞാൽ സുനന്ദയുടെ വീട്ടുകാർ അവളെ അവിടെ കാല് കുത്താൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുക്കാൻ പറഞ്ഞത് എന്ന് നിധി പറയുമ്പോൾ, എന്തായാലും ചാടിപ്പോയി കല്യാണം കഴിഞ്ഞത് നന്നായല്ലേ നിധി, ഈ കാര്യങ്ങളിലൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ, ഹലോ, ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ല അന്ന് ഓടി വന്നത്. അന്നത്തെ സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞ് അങ്ങനെ ചെയ്യിച്ചതല്ലേ, അത് ഞാൻ കല്യാണമായിട്ട് കണക്കാക്കിയിട്ടില്ല എന്ന് നിധി പറയുമ്പോൾ, അയ്യോ സോറി കേട്ടോ, ഞാൻ വെറുതെ ഇയാളുടെ ടെൻഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഒരു തമാശ പറഞ്ഞതാ എന്ന് സുധീഷ് പറയുമ്പോൾ, അങ്ങനത്തെ തമാശയൊന്നും വേണ്ട കേട്ടോ എന്ന് നിധിയും കുറച്ച് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അവിടെ സുനന്ദയുടെ വീട്ടിൽ അപ്പോഴേക്കും തന്റെ ഷെൽഫിൽ നിന്നും സർട്ടിഫിക്കറ്റും ഡ്രസ്സും ഒക്കെ സുനന്ദ ഒരു ബാഗിലേക്ക് എടുത്തു വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും വെയിൽ വരുന്നതിന് മുന്നേ വേഗം പോയി വരാൻ നോക്ക് എന്ന് അവളുടെ അച്ഛമ്മ അമ്മയോട് പറയുന്നത് അവൾ കേൾക്കുന്നുണ്ട്. ലളിത അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അവളുടെ അച്ഛമ്മയോടായി, സുനന്ദയുടെ മേൽ എപ്പോഴും ഒരു കണ്ണു വേണം, തക്കം കിട്ടിയാൽ അവൾ ആ വീട്ടിലേക്ക് ഓടിപ്പോവും എന്ന് പറയുമ്പോൾ, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം, നീ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക് എന്ന് അച്ഛമ്മയും പറയുന്നുണ്ട്. ലളിത അച്ഛമ്മയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോഴേക്കും സുനന്ദ പെട്ടെന്ന് മുറിയിലേക്ക് പോയി തന്റെ മുടിയൊക്കെ ശരിയാക്കി കണ്ണാടിയിൽ സന്തോഷത്തോടെ നോക്കുന്നുണ്ട്. അമ്മ എന്തിനാ അച്ഛമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്, ഇനിയിപ്പോ ആ തള്ള ഒരു 100 ചോദ്യം ചോദിക്കും എന്നാലോചിച്ചുകൊണ്ട് ഡോർ തുറന്ന് മെല്ലെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എങ്ങോട്ടാ എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ, അമ്പലത്തിലേക്ക് എന്ന് സുനന്ദ പറയുന്നുണ്ട്. ഈ നേരത്തോ എന്നവർ ചോദിക്കുമ്പോൾ, ഉച്ചവരെ അമ്പലമില്ലേ, എപ്പോ വേണമെങ്കിലും പോവാലോ എന്ന് സുനന്ദയും പറയുന്നുണ്ട്. നിന്നെ എവിടെയും വിടരുതെന്ന് അമ്മ പറഞ്ഞേ എന്ന് അച്ഛമ്മ പറയുമ്പോൾ, അമ്പലത്തിലേക്കല്ലേ അച്ഛമ്മേ എന്നവളും ചോദിക്കുന്നുണ്ട്. പൊക്കോ, അമ്മ വന്ന് ചോദിച്ചിട്ട് എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ എന്നവർ പറയുമ്പോഴേക്കും സുനന്ദ ടെൻഷനോടെ ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് അവരുടെ അടുത്ത് സോഫയിൽ വന്നിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൾക്കൊരു ബുദ്ധി തോന്നി. അവൾ TV ഓണാക്കാണ്. അതിൽ അച്ഛമ്മയുടെ ഇഷ്ടപ്പെട്ട സീരിയൽ കണ്ട്, ഈ സമയത്ത് ഈ സീരിയലൊക്കെ ഉണ്ടോ എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ, ആ അച്ഛമ്മ ഇന്നലെ കണ്ടില്ലല്ലോ, ഞാൻ ഫോണിൽ കണ്ടു, നല്ല എപ്പിസോഡാ എന്നവൾ പറയുന്നുണ്ട്. അച്ഛമ്മ സീരിയൽ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കെ അവൾ പെട്ടെന്ന് റൂമിലേക്ക് പോവാണ്. എങ്ങോട്ടാ പോകുന്നേ എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ, മുറിയിലേക്ക് അച്ഛമ്മേ എന്നവളും പറയുന്നുണ്ട്. അവിടെ അമ്പലത്തിൽ സുനന്ദയും കാത്ത് ടെൻഷനോടെ നിൽക്കുന്ന നിധിയുടെ അടുത്തേക്ക് ഒരു ബോട്ടിൽ വെള്ളവുമായി സുധീഷ് വരുന്നുണ്ട്. ഇയാൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ, ഈ വെള്ളം കുടിച്ചേ എന്നവൻ പറയുമ്പോൾ അവൾ അത് വാങ്ങുന്നുണ്ട്. അവിടെ ടെൻഷനോടെ ഇരിക്കുന്ന സുഭാഷിന് ഹരീഷ് ഒരു പേപ്പർ എടുത്ത് വീശി കൊടുക്കുന്നുണ്ട്. എടാ നീ എന്തായി കാണിക്കുന്നേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, എന്തിനാ ഇങ്ങനെ വേർക്കുന്നേ എന്ന് അവനും ചോദിക്കുന്നുണ്ട്. അതി വെയിൽ കൊണ്ടിട്ടാ എന്ന് സുഭാഷ് പറയുമ്പോൾ, അതിന് മാത്രം വെയിലൊന്നും ഇവിടെ ഇല്ലല്ലോ, ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യം ഓർത്തിട്ടാണെങ്കിൽ അതിനിത്ര ടെൻഷനൊന്നും വേണ്ടാന്ന് ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതല്ലേ എന്ന് ഹരീഷ് പറയുമ്പോൾ, സുഭാഷ് ഏട്ടനെ സുനന്ദേച്ചി വരുമോ എന്നുള്ള ടെൻഷനാണെന്ന് തോന്നുന്നു എന്ന് നികേഷ് പറയുമ്പോഴേക്കും നിധിയും അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ടെൻഷനൊന്നും വേണ്ട, സുനന്ദയെ ഞാൻ ഇപ്പോൾ വിളിച്ചിരുന്നു, അവളിപ്പോൾ എത്തുന്നാ പറഞ്ഞേ എന്ന് സുഭാഷിനോടായി പറഞ്ഞുകൊണ്ട് സുധീഷിനോടായി, അമ്പലം എപ്പോഴാ അടയ്ക്ക എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു 11 മണിയാവുമെന്ന് തോന്നുന്നു എന്നവൻ പറയുമ്പോൾ, ചടങ്ങുകളൊക്കെ കൂടി ഒരു 10 മിനിറ്റ് കൊണ്ട് തീരില്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ, അകത്ത് കൊണ്ടുപോയി താലിച്ചരട് പൂജിക്കണം, എന്നിട്ട് പുറത്തു വന്ന് മന്ത്രം ചൊല്ലി അത് കെട്ടണം, അതോടെ അത്രയേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ പോയി ഈ താലിച്ചരടൊന്ന് പൂജിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് താലി നിധിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. നിധി താലിച്ചരടുമായി നടയിലേക്ക് പോകുന്നുണ്ട്. ടെൻഷനോടെ ഇരിക്കുന്ന സുഭാഷിനെ ഹാപ്പി ആയിരിക്കെ എന്നും പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. അവിടെ സുനന്ദയുടെ വീട്ടിൽ മുറിയിൽ ടെൻഷനോടെ ഇരിക്കുകയാണ് സുനന്ദ. ഈശ്വര, അച്ഛനും അമ്മയും ഈ കല്യാണം കഴിയുന്നതോടെ എന്നെ വെറുക്കല്ലേ, ഞാൻ ചെയ്തതാണ് ശരിയെന്ന് അവർക്ക് മനസ്സിലാവണേ. അവള് വേഗം ചെന്ന് ഡോർ തുറന്നു നോക്കുമ്പോഴേക്കും അച്ഛമ്മ സീരിയലിൽ മുഴുകിയിരിക്കുന്നത് കാണുന്നുണ്ട്. അവിടെ നടക്കൽ ചെന്ന് താലി പൂജിക്കാൻ കൊടുത്ത നിധിയോട്, പെണ്ണു ചെറുക്കനും എത്തിയോ എന്ന് പൂജാരി ചോദിക്കുന്നുണ്ട്. ചെറുക്കൻ എത്തി, പെണ്ണൊരു 10 മിനിറ്റിലെത്തും എന്നവൾ പറയുമ്പോഴേക്കും, താലി ഇവിടെ വെച്ചാൽ മതി, പൂജിച്ചിട്ട് അങ്ങോട്ട് വരുന്നതാ പതിവ്, അവിടെയാണ് താലികെട്ട്. നീതി ശരിയെന്ന് സമ്മതിച്ച് താലി അവിടെ വെച്ച് അവിടുന്ന് പോകുന്നുണ്ട്. അവിടെ ബസ് കയറാൻ നിൽക്കുന്ന ലളിതയുടെ ഫോണിലേക്ക് ധനേന്റെ കോൾ വരുന്നുണ്ട്. ഹലോ എന്ന് ലളിത പറയുമ്പോഴേക്കും, നീ ഇറങ്ങിയോ ലളിതേ എന്ന് ധനേനും ചോദിക്കുന്നുണ്ട്. ഇറങ്ങി, ബസ് സ്റ്റോപ്പിലാ എന്നവൾ പറയുമ്പോൾ, നീ വസന്തയുടെ വീട്ടിലേക്കല്ലേ എന്ന് ധനേൻ ചോദിക്കുമ്പോൾ, അതേ എന്ന് ലളിതയും പറയുന്നുണ്ട്. പിന്നെ ഞാൻ അളിയന് കൊടുക്കാനായി അലമാരയിൽ ഒരു പാക്കറ്റ് വെച്ചിട്ടുണ്ട്, ഒരു സ്പ്രേയും കുറച്ച് മിഠായിയും പിന്നെ ഒരു സാരിയൊക്കെയാ, നീ പോകുമ്പോൾ അതും കൂടി എടുത്തോ എന്ന് പറയുമ്പോൾ, ലളിത, ഞാനിവിടെ ബസ് സ്റ്റോപ്പിലെത്തി, ഇനി ഞാൻ തിരിച്ചു പോണോ ധനേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെന്താ, 2 അടി അങ്ങോട്ട് വച്ചാ വീടെത്തിയില്ലേ, പെട്ടെന്ന് പോയി എടുത്തിട്ട് പോയിക്കോ, ഗൾഫിൽ നിന്ന് വന്നിട്ട് അങ്ങോട്ട് പോവാഞ്ഞിട്ട് അവൾക്ക് എപ്പോഴും പരാതിയാ, ഇപ്പോഴാണെങ്കിൽ നീ ഒറ്റയ്ക്ക് കല്യാണം പറയാനും പോകുന്നു എന്ന് ധനയം പറയുമ്പോൾ, എന്തിനാ ഈ വരുമ്പോ ഓരോന്ന് കൊണ്ട് ചെല്ലുന്നേ, നിങ്ങൾക്ക് ഗൾഫിൽ കിട്ടുന്നതിനേക്കാൾ ശമ്പളം അവളുടെ ഭർത്താവിന് നാട്ടിൽ കിട്ടുന്നുണ്ട് എന്നവൾ പറയുമ്പോൾ, എന്ന് ലളിത പറയുമ്പോൾ, പക്ഷെ അവന് ഗൾഫുകാരനെന്ന വിലയുണ്ടോ, ഇല്ലല്ലോ, നീ പെട്ടെന്ന് ചെന്ന് അത് കൊണ്ടു കൊടുക്കാൻ നോക്ക് എന്ന് ധനയം പറയുമ്പോൾ, ശരിയെന്ന് പറഞ്ഞ് ലളിത കോൾ കട്ട് ചെയ്യുന്നുണ്ട്. എന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പൊ തുടങ്ങും അവൾക്ക് എന്ന് ഗംഗാധരനോടായി പറഞ്ഞ് അവർ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് അവിടുന്ന് താലി പൂജിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന നിധിയുടെ അടുത്തേക്ക് ഹരീഷും നികേഷും സുധീഷും ഒക്കെ വരുന്നുണ്ട്.
എന്തായി എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ താലി പൂജിക്കാൻ കൊടുത്തിട്ടുണ്ട്, അടച്ച പൂജ കഴിഞ്ഞാൽ തിരുമേനി പുറത്തേക്ക് വരും എന്നവൾ പറയുമ്പോൾ സുനന്ദേച്ചി ഇതുവരെ വന്നില്ലല്ലോ, ഒന്നുകൂടി വിളിച്ചു നോക്കണോ എന്ന് നികേഷും പറയുന്നുണ്ട്. അത് പിന്നെ അവളുടെ അമ്മ പോയിട്ടുണ്ടാവില്ല, വെറുതെ ഈ സമയത്ത് വിളിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കണോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അതെന്തായാലും വേണ്ട, അവള് വരട്ടെ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നികേഷ് സുഭാഷിന്റെ അടുത്തേക്ക് ചെന്ന് സുഭാഷ് ഏട്ടാ ടെൻഷനൊന്നും വേണ്ട, സുനന്ദേച്ചി ഇപ്പൊ എത്തും എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. വീട്ടിൽ നിന്നും അച്ഛമ്മയുടെ കണ്ണും വെട്ടിച്ച് ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയ സുനന്ദ നേരെ പോയി പെട്ടത് അവളുടെ അമ്മയുടെ മുന്നിലാണ്. എവിടേക്കാ എന്ന് ലളിത ചോദിക്കുമ്പോൾ സുനന്ദ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഗേറ്റിനടുത്തേക്ക് പോകുന്നുണ്ട്. നിക്കടി അവിടെ, നിന്നോടല്ലേ ചോദിച്ചേ എവിടേക്കാ പോകുന്നതെന്ന്, ചോദിക്കുന്നത് കേൾക്കാത്ത പോലെ നടക്കുന്നോ എന്ന് ലളിത ചോദിക്കുമ്പോൾ വിടമ്മേ ഞാൻ അമ്പലത്തിലേക്കാ എന്ന് സുനന്ദയും പറയുന്നുണ്ട്. അമ്പലത്തിലേക്കോ ഈ സമയത്തോ എന്നവർ ചോദിക്കുമ്പോൾ അതെന്താ ഈ സമയത്ത് പോയിക്കൂടെ എന്ന് സുനന്ദയും ചോദിക്കാണ്. അല്ല നിന്റെ ബാഗിലെന്താ എന്നവർ ചോദിച്ചുകൊണ്ട് ബാഗ് എടുത്ത് നോക്കുന്നുണ്ട്. ബാഗിലൊന്നുമില്ല അമ്മേ എന്ന് സുനന്ദ പറയുമ്പോൾ ഒന്നുമില്ലാത്ത ബാഗ് എടുത്ത് നീ എന്തിനാ പോകുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ലളിത ബാഗൊക്കെ തുറന്ന് നോക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് കണ്ട് എടി നീ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് എങ്ങോട്ടടി പോകുന്നേ സുനന്ദയോട് ചോദിക്കുമ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ളിടത്ത് പോകും, നിങ്ങൾ ഏർപ്പാടാക്കിയ കല്യാണം എനിക്കിഷ്ടായില്ല, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നു എന്ന് സുനന്ദയും പറയുന്നുണ്ട്. അത് കേട്ട് ലളിത അവളെയും വലിച്ച് അകത്തേക്ക് കയറി വാതിലടച്ച് റിമോട്ട് എടുത്ത് TV ഓഫ് ചെയ്യുന്നുണ്ട്. നിങ്ങളോടല്ലേ അമ്മേ ഇവളെ നോക്കാൻ പറഞ്ഞത്, എന്നിട്ട് നിങ്ങൾ ഇവിടെ സീരിയൽ കണ്ടിരിക്കാനോ എന്ന് അച്ഛമ്മയോട് ചോദിക്കുമ്പോൾ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു, പറ്റില്ലാന്ന് ഞാനും പറഞ്ഞു എന്ന് അച്ഛമ്മയും പറയുന്നുണ്ട്. സുനന്ദ വീണ്ടും ബാഗ് എടുത്ത് പോകാൻ നോക്കുമ്പോൾ ലളിത അവളെ തടയുന്നുണ്ട്. എങ്ങോട്ടാടി നീ പോകുന്നേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പോകണം എന്ന് പറഞ്ഞ് സുനന്ദ ഇറങ്ങാൻ നോക്കാണ്. എങ്ങോട്ടാ പോണ്ടേന്ന് പറയടി എന്നും പറഞ്ഞ് ലളിത ദേഷ്യപ്പെടുമ്പോഴേക്കും എനിക്ക് സുഭാഷ് ചേട്ടനെ കാണാൻ പോകണം എന്ന് സുനന്ദ പറയുന്നത് കേട്ട് ദേഷ്യം സഹിക്കാൻ വയ്യാതെ ലളിത സുനന്ദയുടെ മുഖം അടിച്ച് ഒരടി കൊടുക്കുന്നുണ്ട്. എങ്ങോട്ടാടി നിനക്ക് പോണെന്ന് പറഞ്ഞ് എന്ന് ലളിത ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ സുനന്ദ വീണ്ടും ഞാൻ സുഭാഷ് ചേട്ടൻ്റെ അടുത്തേക്കാ പോകുന്നേ എന്ന് പറയുന്നത് കേട്ട് വീണ്ടും സുനന്ദയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ് ലളിത. അവിടെ അമ്പലത്തിൽ സുനന്ദയെ കാണാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് സുഭാഷിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും